വേഗം വാ. കഴിക്കോ. വേങ്കർ എങ്ങോട്ടേക്കാ? കൊട്ടാരം വീട്ടിലേക്ക്. താനെ കൊലക്ക് കൊടുക്കാൻ കൊണ്ടുപോവാ. നിന്നെ കാണാൻ അവിടെ ആള് കാത്തു നിൽപ്പുണ്ട്. അയാൾക്ക് നിന്നോട് സംസാരിക്കേണ്ടത്രേ. ചേട്ടാ ഞാൻ പറയുന്നത് ഒന്നും പറയണ്ട. എല്ലാം കലങ്ങി തെളിയുന്ന ലക്ഷണമുള്ള. വേങ്കർ വണ്ടി വിടറോ. നിന്നെ കാത്താ മാള് നിൽക്കണേ. ചെല്ല്. ഞാൻ പിള്ളച്ചേട്ടൻ എന്നോട് പറഞ്ഞു. ഒന്ന് ആലോചിച്ചപ്പോ എനിക്ക് മനസ്സിലായി, ഞാൻ വെറുതെ കോമാളിവേഷം കെട്ടുകയായിരുന്നു എന്ന്. നിങ്ങളുടെ മനസ്സിൽ ഒരിക്കലും ഞാൻ ഉണ്ടായിരുന്നില്ല. പ്രേമേന്ദ്രനെ മറക്കാൻ എനിക്ക് കഴിയും. ഞാൻ മറന്നോളാം. പക്ഷേ ചേച്ചിയെ കൈയൊഴിയരുത്. ചേച്ചിയുടെ കല്യാണം നടക്കണം. അച്ഛനും വല്യച്ഛനും പഴയ പോലെ ഒന്നിക്കണം. ഇനി എന്തെങ്കിലും ചെയ്യാൻ പ്രേമേന്ദ്രനെ കൊണ്ട് സാധിക്കും. ഞങ്ങളെ സഹായിക്കണം. മാള് വിഷമിക്കണ്ട, നമുക്കെല്ലാം ശരിയാക്കാം. എന്തിനും ഇനി ഞാനും ഉണ്ട് കൂടെ. നേരായ മാർഗത്തിലൂടെ നീ ഒന്നും നടക്കില്ല. അല്പം വളഞ്ഞ വഴി തന്നെ പ്രയോഗിക്കേണ്ടി വരും. മുറിയിൽ അവനില്ല, രക്ഷപ്പെട്ടു. മുറി പഴയതുപോലെ പൂട്ടിയും കിടപ്പുണ്ട്, ആ താളുമില്ല. മുറി തുറക്കാതെ പിന്നെ അവനെങ്ങനെ ആവിയായി പോയോ? ആ സുന്ദരനെയും കാണാനില്ല. ഇനി അവനെങ്ങാനും. ഓഹോ, എന്റെ ഈശ്വര, ഇനി അവനെങ്ങാൻ പോയി വല്ല പോലീസിനെ വിളിച്ചോണ്ട് വരുമെന്ന എന്റെ പേടി. നിങ്ങളൊന്നും മിണ്ടാതിരിക്കേ. നമുക്ക് അവനെ തപ്പിയെടുക്കാൻ നോക്കാന്നേ. നിങ്ങൾ തെക്കോട്ട് പോവോ, ഞങ്ങൾ വടക്കോട്ട് പോവാം. ഞാൻ പടിഞ്ഞാറോട്ടും പോവാം. വണ്ടി ഒന്ന് വേഗം പോകടാ. അപ്പൊ എല്ലാം നമ്മൾ പറഞ്ഞ പോലെ നാളെ രാവിലെ ഞാൻ ചേട്ടമ്പാവയുടെ പന്തൽ ചെല്ലുന്നു, അമ്മൂനെ കല്യാണം കഴിക്കുന്നു. അപ്പോ നമ്മുടെ ആൾക്കാരുമായിട്ട് ഞാൻ പുറത്ത് കാത്തു നിൽപ്പുണ്ടാവും. ചോദിക്കാൻ ധൈര്യമുള്ളവന്മാര് അവിടെ വരട്ടെ. അതെ, അടിയും ബഹളം നടക്കുമ്പോ അനിയൻ ബാവയാണോ ചേട്ടൻ ബാവ ജയിക്കണം നമുക്ക് അവിടെ കാണാം. അവിടെ വെച്ച് നമുക്ക് രണ്ടില്ലെന്നറിയാം. അല്ല പിന്നെ നീ പറയുന്നത് മുഴുവൻ സത്യമാണോടാ? അതേ മുതലാളി, അവർ പറയുന്നത് മുഴുവൻ ഞാൻ ഒളിച്ചു നിന്ന് കേട്ടതാ. അപ്പൊ കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പമായി. അവൻ ചേട്ടൻ ബാബയുടെ വീട്ടിൽ വരട്ടെ. നിങ്ങൾ രണ്ടുപേരും അനിയും ബാവയും കൂട്ടി അവിടെ വന്നാൽ മതി. ശരി, നിങ്ങളും ആളുകളും അവിടെ കാത്തിക്കണം. ആദ്യം ആരെയും കണ്ണിപ്പെടരുത്. എവിടെങ്കിലും മറഞ്ഞു നിന്നേക്കണം. ഞാൻ വരേണ്ട സമയമാകുമ്പോ എനിക്ക് എന്തെങ്കിലും ഒരു സിഗ്നൽ തന്നാൽ മതി. ഞാൻ തുണി പൊക്കി കാണിക്കാം. വൃത്തികേട് പറയുന്നോ? ഈ കൈലേസ് പൊക്കി കാണിക്കാമെന്നാ ഞാൻ പറഞ്ഞത്. അതൊന്നും വേണ്ടടാ കൊടക്കമ്പി. ഒരു വിസിൽ അടിച്ചാ മതി. വിസിലേ. ശരി, അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. മുതലാളി, പ്രേമേന്ദ്രനെ തട്ടിക്കൊണ്ടുപോയി. അവർ കൊട്ടാരം വീടിനെയും കൂട്ടുപിടിച്ചിട്ടുണ്ട്. കൊട്ടാരം വീടന്റെ കൂടെ കണ്ണപ്പനും ദാസനും പ്രേമേന്ദ്രനെയും തിരക്കി കാറിൽ കറങ്ങുന്നത് കണ്ടവരുണ്ട്. എന്നെ തോപ്പിക്കാൻ കൊട്ടാരം വീടിനെ കൂട്ടുപിടിച്ചല്ലേ? എന്നാ നേരം വിളിക്കാൻ കാത്തു നിൽക്കണ്ട. ഇന്ന് രാത്രി തന്നെ എല്ലാ കണക്കും തീർക്കണം. വാ മുതലാളി. എന്താണോ? ഞാൻ പ്രേമേന്ദ്രനെ കണ്ടു, സംസാരിച്ചിട്ടാ വരുന്നത്. അവനെ തിരക്കിയാണ് ഇപ്പൊ എങ്ങോട്ട് പോണ്ട. അവൻ മുതലാളി ചതിക്കില്ല. മുതലാളി നിശ്ചയിച്ച കല്യാണം തന്നെ നാളെ നടക്കും. അമ്മൂന്റെ കഴുത്തിൽ പ്രേമേന്ദ്രൻ താലി കെട്ടും. നീ പറഞ്ഞത് സത്യമാണല്ല? അതെ. ഇതിലെന്തെങ്കിലും മാറ്റം വന്നാലുണ്ടല്ല. മാറ്റം വന്നാ എന്നെ അങ്ങോട്ട് വെട്ടിക്കൊന്നോ എന്താ പോരെ? പേടിക്കണ്ട, ഇത് ഞാനാ. പ്രേമേന്ദ്രൻ പറഞ്ഞിട്ട് വന്നതാ. ഇത് മാളുവിന്റെ കത്താണ്. ഞാൻ വരട്ടെ. നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇനി ഇതിന് പിന്മാറുന്ന പ്രശ്നമില്ല. എന്നെ വെല്ലുവിളിച്ചതേ എന്റെ ചേട്ടനാ. അയാളെ എന്നെ തോപ്പിക്കാൻ പറയണത്. ഞാൻ തോക്കേലടി. ഒരുത്തന് മുമ്പിൽ ഞാൻ തോക്കേല. അച്ഛൻ തോൽക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്റെ അച്ഛൻ ജയിക്കണത് എനിക്കിഷ്ടം. അച്ഛൻ ജയിച്ചുകൊണ്ട് തന്നെ ഇതിനൊരു പരിഹാരം കണ്ടൂടെ?
നമസ്കാരം. ആ നമസ്കാരം. ഇരുന്നാട്ടെ. ആ ഇരുന്നാട്ടെ ഇരുന്നാട്ടെ. വിസില് കേൾക്കുന്നുണ്ടോ എന്ന് എല്ലാരും ശ്രദ്ധിച്ചോണം. കണ്ണപ്പാ, മണി 10 എവരാ അവൻ? അവനെ കൊണ്ടുപോകാൻ നിങ്ങളല്ലേ ഏറ്റത്? അത് അളിയ ഒരു അബദ്ധം പറ്റി. ആ, അവൻ ഞങ്ങളെയും ചാടിക്കളഞ്ഞു. ഇവിടെ എത്താത്ത സ്ഥിതിക്ക് നമുക്ക് അങ്ങോട്ട് ചെന്നാലോ? ആ നമ്മുടെ ആളുകളെയും കൂട്ടി നമുക്ക് അങ്ങോട്ട് ചെല്ലാം. ഒന്നിനും വെറുതെ വിടരുത്. നമ്മുടെ അളിയെ തോൽപ്പിച്ചിട്ട് ഒരാളും അങ്ങനെ ജയിക്കണ്ട. എന്നാ വാടാ. മാല എടുക്കടാ, വരണം സ്വീകരിക്കേ. വേഗം എടുക്കടാ. വാടാ പ്രേമേന്ദ്ര. വാടാ. വാടാ. വണ്ടിയിടാ. കല്യാണമായിട്ട് ഇയാളെ പോണു. പുറകെ വിടാ. കേറി കേറി. എല്ലാവരും ചെവി ഓർത്തിരുന്നോ? വിസിലടി കേട്ടാ പിന്നെ ഒരു നിമിഷം താമസിച്ചുകൂടാ. എല്ലാത്തിനെയും അടിച്ച് ചുരുട്ടിയേക്കണം.